അതായത് ഈ ഡെസ്ക്ടോപ്പിനുള്ളിൽ എന്തൊക്കെ ഫയലുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ഹലോ ഗൈസ്, ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലിനക്സ് എക്സ്പ്ലെയിൻഡ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കിയാൽ PWD വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടെർമിനലൊന്ന് വലുതാക്കാം, മൊബൈൽ യൂസേഴ്സിന് കാണാം. താനിപ്പോൾ ഏത് ഡയറക്ടറിയിലാണെന്ന് നോക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? PWD യൂസ് ചെയ്യുന്നത്. PWD എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ ഇവിടെ എന്താ കാണിക്കുന്നത്? ഹോം എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ട്. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾഡേഴ്സ് തന്നെ, അതായത് വിൻഡോസിലെ ഫോൾഡർ തന്നെ. അപ്പോൾ ഡയറക്ടറിക്കുള്ളിൽ ഹോം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിക്കുള്ളിലാണ് അനന്തു എന്നുള്ളൊരു ഡയറക്ടറി, അതായത് അനന്തു എന്നുള്ളൊരു യൂസർ. ആ ഒരു യൂസറിനുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നമ്മളിനി എന്ത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഈ ഒരു പൊസിഷനിൽ നിന്ന്, അതായത് ഈ ഒരു ഡയറക്ടറിയിൽ നിന്നായിരിക്കും കമാൻഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് LS കൊടുക്കുന്നു, ഇത് കണ്ടില്ലേ? അത് ഈ ഒരു ഡയറക്ടറിയിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടല്ലേ ഈ അനന്തു എന്നുള്ള യൂസറിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക്കിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചാൽ പോരെ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഈ LS, അതായത് ലിസ്റ്റ് ചെയ്യാൻ, ഈ LSനൊപ്പം മറ്റ് ചില ആർഗ്യുമെൻറ്റ്സ് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിപ്പോൾ LS-L, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. LS-L എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്, പിക്ചർ, അതേപോലെ ടെംപ്ലേറ്റ്, വീഡിയോ, ഇങ്ങനെ കുറച്ച് ഡയറക്ടറി ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ കണ്ടില്ലേ, മറ്റ് വലിയ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ഇൻഫോ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ L എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ലിസ്റ്റായിട്ട് കാണിക്കാനാണ്. അതായത് മറ്റൊരുപാട് ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ കിട്ടും. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻ്റ്, ഇതെല്ലാം എന്തായിട്ടുണ്ടോ ഒരു നീറ്റായിട്ട് നേരെ താഴെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ എഴുതി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ പെർമിഷൻസ് ഉണ്ട്, അതേപോലെ അത് ഡയറക്ടറിയാണ്, പിന്നെന്താ പറയുക, അതിൻ്റെ സൈസ്, അത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം LS-A ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ, കണ്ടില്ലേ, ഡോട്ട് കൂട്ടിയുള്ള ഫയൽസ് കാണാം. അതായത് എല്ലാ ഫയൽസും A കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഫയൽസ്, എല്ലാ ഫയൽസും നമുക്ക് കാണാൻ കഴിയും. അത് ഹിഡൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, എല്ലാം നമ്മൾക്ക് എന്താവുന്നതായിരിക്കും? വിസിബിൾ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് LS-LA ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ ലിസ്റ്റ് ചെയ്യും. എന്താ ലിസ്റ്റ് ചെയ്യേണ്ടത്? ലിസ്റ്റ് രൂപത്തിൽ ഹിഡൻ ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാ ഫയലും ലിസ്റ്റ് ചെയ്യും. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഹിഡൻ ആയിട്ടുള്ള ഫയലാണ്. കണ്ടില്ലേ? നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് നോക്കാമെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഈ ഒരു ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡറില്ലേ, നമ്മളിപ്പോൾ ആക്ച്വലി ഹോമിൽ അനന്തുവിനുള്ളിലാണ് ഈ ഒരു ഡെസ്ക്ടോപ്പും ഡൗൺലോഡ്സും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പിനുള്ളിൽ എന്തൊക്കെയുണ്ട്, അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ഡെസ്ക്ടോപ്പിനുള്ളിൽ എന്തൊക്കെ ഫയലുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ജസ്റ്റ് LS ടൈപ്പ് ചെയ്യുക, അതിനുശേഷം -R. ഓക്കെ, R എന്ന് പറയുന്നത് റിക്കഴ്സീവ് ആണ്. അപ്പോൾ R കൊടുത്ത ശേഷം ഏത് ഫോൾഡറാണോ അത്, സോറി, ഓക്കെ, ഡെസ്ക്. ഓക്കെ, നമ്മളിപ്പോൾ DES വരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ടാബ് കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓട്ടോ കംപ്ലീറ്റ് ആയി. ഇനി ഇതൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, പേടിക്കണ്ട, പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ടോപ്പിൽ പോവാം. ഓക്കെ, ഇത് കണ്ടില്ലേ, LS-R, ഇവിടെ നിന്നാണ് നമ്മൾ കമാൻഡ് കൊടുത്തത്. ഓക്കെ, ഇതിപ്പോൾ കണ്ടില്ലേ, ഡെസ്ക്ടോപ്പിനുള്ളിൽ ബ്ലാക്ക് ഹൊറൈസൺ എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്, അതേപോലെ ഇൻസ്റ്റാ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നൊരു ഒരു ഫയലുണ്ട്, പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ടെക്സ്റ്റ് ഫയലുണ്ട്, അതേപോലെ തന്നെ ഡയറക്ടറീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡെസ്ക്ടോപ്പിനുള്ളിൽ ബ്ലാക്ക് ഹൊറൈസൺ, അതായത് ഈ ഒരു ഡയറക്ടറിക്കുള്ളിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എന്തുണ്ട്? ബ്ലാക്ക് ഹാറ്റ് പേലോട്ട് ഇമേജ് എന്ന് പറയുന്നൊരു ഡയറക്ടറി ഉണ്ട്, അതേപോലെ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇനി അതേപോലെ എന്തുണ്ടല്ലേ,
ഡെസ്ക്ടോപ്പിനുള്ളിൽ ബ്ലാക്ക് ഹൊറൈസൺ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ ബ്ലാക്ക് ഹാറ്റ് പേലോഡ് ടു ഇമേജ് എന്നുള്ളതിനുള്ളിൽ എന്തുണ്ട്, സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഇവിടെയുള്ള എല്ലാ ഫോൾഡറിനുള്ളിലും എന്തൊക്കെയുണ്ടെന്നാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആക്ച്വലി ഞാനൊന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ നോക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ PWD ഹോമിൽ അനന്തുവിലാണ് അല്ലേ. ജസ്റ്റ് നമ്മൾ CD കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം PWD ഒന്നുകൂടെ കൊടുത്താൽ ഇത് കണ്ടില്ലേ, ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ. എന്നാൽ നമ്മൾ ജസ്റ്റ് CD 2 ഡോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെവിടെയാണ്, ഹോമിലാണ്, അനന്തു എന്നുള്ള യൂസറിനുള്ളിലല്ല. ഇനി ജസ്റ്റ് PWD കൊടുത്താൽ കണ്ടോ, ഹോമിലാണ് നമ്മൾ, അനന്തു എന്നുള്ള യൂസറിനുള്ളിലല്ല. അപ്പം ഹോമിനുള്ളിലല്ലേ അനന്തു ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് LS കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനന്തു എന്നുള്ളത് കാണിക്കണം. LS-L കൊടുക്കാം. കണ്ടില്ലേ, ആകെ നമുക്ക് ഒരു യൂസറേ ഉള്ളൂ, ഈ ഒരു സിസ്റ്റത്തിൽ ഒരു യൂസറേ ഉള്ളൂ, അത് അനന്തു എന്നുള്ള ഞാനാണ്. അപ്പോൾ അത് മാത്രമേ ഇവിടെ വിസിബിൾ ആയിട്ടുള്ളൂ. ആക്ച്വലി ഹോം ഡയറക്ടറിക്കുള്ളിലാണ് യൂസേഴ്സൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടെ ബാക്കിലേക്ക് പോയാൽ ഹോമിൽ നിന്നും പുറകോട്ട് പോയി, അതായത് നമ്മളിപ്പോൾ എവിടെയാണ്, റൂട്ട് ഡയറക്ടറിയിലാണ്, ഒരു പേരൻ്റ് ഡയറക്ടറിയിലാണ്. ആക്ച്വലി നിങ്ങളിപ്പോൾ sudo su അടിച്ച് കഴിയാൻ നേരത്ത് കിട്ടുന്ന റൂട്ടല്ല ഇത്, അത് മറ്റൊരു ഫോൾഡറാണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മറ്റൊരു ഡയറക്ടറിയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ls-l കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലേ, റൂട്ടുണ്ട്, അതേപോലെ നമ്മൾ പോയ ഹോമുണ്ട്, പിന്നല്ലേ ETC ഉണ്ട്, ബൂട്ടുണ്ട്, ബിന്നുണ്ട്, ഡെവ് ഉണ്ട്, OPT ഉണ്ട്, റണ്ണുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലിയർ ചെയ്ത ശേഷം ഒന്നുകൂടെ LS എടുക്കാം. ഇപ്പോൾ ഹോം ഇവിടെ ഉണ്ടല്ലേ, നമ്മളിനി എന്ത് ചെയ്യാൻ പോവുകയാണ്, തിരിച്ച് ഹോമിലേക്ക് പോകാൻ പോവുകയാണ്. CD ഹോം. ഓക്കെ, ഇപ്പോൾ നമ്മളെവിടെയായി, ഹോമിലായി. LS ചെയ്താൽ അനന്തു എന്നുള്ളൊരു യൂസറുണ്ട്. PWD നോക്കിയാൽ നമ്മളിപ്പോൾ ഹോമിലാണ്. ഇനി ഒന്നുകൂടെ എങ്ങോട്ട് പോവാണ്, CD. ഹോമിനുള്ളിൽ എന്തുണ്ട്, അനന്തു എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ടല്ലോ, അനന്തു എന്നുള്ളൊരു യൂസറുണ്ട്. ആ ഒരു യൂസറിനുള്ളിലേക്ക് വന്നു. ഇനി LS ചെയ്താൽ എന്തുണ്ട്, ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോമിനുള്ളിൽ അനന്തു എന്നുള്ളൊരു യൂസറിനുള്ളിലാണ്. എന്നാൽ നമുക്ക് ബിന്നിനുള്ളിൽ, അതായത് റൂട്ട്, അതായത് പേരൻ്റ് ഡയറക്ടറിക്കുള്ളിലെ റൂട്ടിനുള്ളിലെ ബിന്നിലേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ETCക്കുള്ളിലേക്ക് പോകണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പേരൻ്റ് ഡയറക്ടറി, അതായത് റൂട്ട് ഡയറക്ടറി ഉണ്ട്, അതിനുള്ളിലാണ് ഹോം ഉള്ളത്. അതേപോലെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പം എന്തുണ്ട്, ഇപ്പം നമ്മളെവിടെയാണ്, PWD കൊടുക്കാം. നമ്മളിപ്പോൾ റൂട്ട് ഡയറക്ടറിയിലാണ്, അതായത് പേരൻ്റ് ഡയറക്ടറിയിലാണ്. അതിനുള്ളിൽ എന്തുണ്ട്, ഹോമുണ്ട്, അതേപോലെ അങ്ങനല്ലേ OPT ഉണ്ട്, ETC ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡയറക്ടറി ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ സപ്പോസ് ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, നമ്മളിപ്പോൾ ഹോമിനുള്ളിലാണുള്ളത്. നമുക്ക് എങ്ങോട്ട് പോകണം, ഒന്നും കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു കാര്യം. നമുക്കിപ്പോൾ ഈ ഒരു ETCക്കുള്ളിലേക്കാണ് പോകേണ്ടത്. അതിന് നമുക്ക് ഈ CD എന്ന് ടൈപ്പ് ചെയ്ത് പുറകോട്ട് പോകുന്നതിന് പകരം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, CD കൊടുത്തതിന് ശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് ഡിനോട്ട് ചെയ്യാം ആ ഒരു പേരൻ്റ് ഡയറക്ടറിക്ക്. അതിനുശേഷം എങ്ങോട്ടാണോ പോകേണ്ടത്, ET അടിച്ചതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ പാത്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വരും. ഇനി ETCക്കുള്ളിൽ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ETCക്കുള്ളിലേക്ക് നിന്ന്, അതായത് CD അടിച്ച് പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇനി ഒന്ന് LS ചെയ്താൽ കണ്ടില്ലേ, അവിടെ ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് ഹോമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ടെർമിനൽ എടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു ETCക്കുള്ളിലാണുള്ളത്, നമുക്ക് പോകേണ്ടത് ഹോമിനുള്ളിലേക്കാണ്. അപ്പോൾ ETCക്കുള്ളിൽ നിന്ന് ഹോമിനുള്ളിലേക്ക് പോകാൻ 2 വഴികളാണുള്ളത്. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CD അടിച്ച ശേഷം റൂട്ട് കൊടുക്കാം. അതിനുശേഷം അതായത് ആ ഫോർവേഡ് സ്ലാഷ് കൊടുത്തതിന് ശേഷം ഹോമെന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു ഹോമിനുള്ളിലേക്ക് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് CD ഈ ഒരു സിമ്പിൾ ടൈപ്പ് ചെയ്യുക.
ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെത്തി? PWD കൊടുത്താൽ ഹോമിൽ അനന്തുവിനുള്ളിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂവ് ചെയ്യുന്നതും അതേപോലെ കോപ്പി അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നെക്സ്റ്റ് ഡേയിൽ തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായി എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. കാര്യം അത് മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ. ഓക്കെ.